നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മക്കളുടെ ശ്രദ്ധയ്ക്ക്. ശ്രദ്ധയില്ലാത്തൊരു മക്കളെ നിങ്ങളെ ശ്രദ്ധിച്ചു നിൽക്കുന്നു ലോകം. ശുദ്ധമാം സ്നേഹം പകർന്നു വളർത്തിയോർ ദുഃഖിച്ചിരിക്കുന്നു ലോകം. ശുദ്ധമാം സ്നേഹം പകർന്നു വളർത്തിയോർ ദുഃഖിച്ചിരിക്കുന്നു ലോകം. ദുഃഖിച്ചിരിക്കുന്നു ലോകം. ഭൂമി ദുഃഖിച്ചിരിക്കുന്നു ലോകം. അമ്മേ മാതാവേ കാത്തോളണേ. എന്തോ അടി രണ്ടുപേരും കൂടി കമഴ്ന്നു കിടന്ന് മെഴുകുന്നത്. ഏത് നേരത്ത് നോക്കിയാലും അമ്മയ്ക്ക് നോക്കി ഇതിനകത്ത് ഉമ്പിട്ടിരിക്കാനേ നേരമുള്ളൂ. ഒന്നുകിൽ ടി വി, അല്ലെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ ഈ കുന്തരാണ്ടത്തിൽ. എന്തുവാടി ഇത്ര കമഴ്ന്നു കിടന്ന് നോക്കാനുള്ളത്? ലോകം മുഴുവതിലുണ്ട് അപ്പച്ച തർക്കുത്തരം. എന്ത് പറഞ്ഞാലും തർക്കുത്തരം. വളർത്തി വെച്ചിരിക്കുമല്ലേ എന്റെ അപ്പച്ച. ഇന്ന് മോളുടെ +2 റിസൾട്ട് വരുവാ. അതിനെന്തിനാടി ഇതിനകത്ത് കമഴ്ന്ന് കിടക്കുന്നത്? ഇതിന്റെ അകത്ത് നോക്കാൻ അറിയാൻ പറ്റുന്നേ, അതുകൊണ്ടല്ലേ. ഓ ഗുരുഭവനം. എടി ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴേ ജയിച്ചോ തോറ്റോ എന്ന് അറിയാനായിട്ട് പഠിച്ച പള്ളിക്കൂടത്തിൽ പോണമായിരുന്നു. അല്ല പിന്നെ എന്താ അടി വല്ലതും നടക്കോ? എന്റെ അമ്മ എല്ലാരും നോക്കുമല്ലേ, നല്ല തിരക്ക, നെറ്റും സ്ലോയാ. സ്ലോയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ജിയോടെ അല്ലേ. അപ്പൊ നിന്റെ അല്ലേ? എന്റെ അപ്പച്ച, അപ്പച്ചനൊന്നും മിണ്ടാതെ വല്ലയിടത്തും മര്യാദക്ക് ഇരിക്കേ. നീ എന്നെ ഇരുത്താൻ നോക്കണ്ടേ? ഈ മൂപ്പിലെന്നെ കൊണ്ട് ഞാൻ തോറ്റു. നീ എന്നെ മൂപ്പിക്കാൻ വരണ്ട. നിന്റെ കെട്ടിയാലുണ്ടല്ലോ മാത്യൂസ്, നീ അവനെ പോയി അങ്ങോട്ട് ഭരിച്ചാ മതി. തന്ത എന്തൊക്കെയായി വിളിച്ചു പറയണേ. എന്തോന്ന്? അല്ല പിന്നെ അപ്പച്ചനെ കുടിക്കാൻ ചൂടുവെള്ളം വല്ലതും വേണമെന്ന് ചോദിച്ചതാ. നീ എന്നെ ചൂടി വിളിപ്പിക്കാൻ വരണ്ട. വേണ്ടെങ്കി വേണ്ട. എടി എത്ര നേരം കുത്തിക്കൊണ്ടിരിക്കണത് ഒന്നും ആയില്ലേ. നിന്റെ മറ്റും ഭാവം കണ്ടാത്തോന്നല്ലോടി നീ ജയിച്ചോ തോറ്റോ പോയി നോക്കുവാന്ന്. അതെ, ജയിക്കുന്നത് ഞാനാ. ഈ റിസൾട്ട് അറിയാനേ ഇവളെക്കാട്ടി കൂടുതൽ ആകാംക്ഷ എനിക്കുണ്ട്. ഇത് പഴയ കാലമൊന്നും അല്ല. പഴയ കാലമൊന്നുമില്ല. ഇപ്പൊ മക്കളുടെ മണ്ടയ്ക്ക് കയറി ഇരുന്നാ പഠിപ്പിക്കണത്. എന്നിട്ട് ഈ മക്കൾ വല്ല മോളെ പഠിക്കുന്നുണ്ടോ? അതുമില്ല. നീ മൊബൈലിൽ നീ പപ്പേനാണോ വിളിക്കുന്നത്? അല്ല, പപ്പേനെ വിളിച്ചു പറയട്ടെന്ന്. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കണേ. പപ്പ പിന്നെ വിളിക്കാം. അത് കൊള്ളാലോ. ഈ ന്യൂസ് പപ്പേനല്ലേ ആദ്യം അറിയിക്കേണ്ടത്. പപ്പ പിന്നെ വിളിക്കാം. പപ്പയെക്കാട്ടി പ്രധാനമുള്ള ഏത് ഫ്രണ്ട് അടി നിനക്കുള്ളത്? മൊബൈലിൽ തന്നെ ഞാൻ നോക്കട്ടെ. അമ്മ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെട്ട് ഞാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവള് വിളിക്കട്ടെ, അവനെ പിന്നെ വിളിക്കാം. അവളിപ്പോ ചന്ദ്രനിലേക്ക് മറ്റോ പോകുന്നൊന്നും ഇല്ലല്ലോ. 12ാം ക്ലാസ് പാസ്സായിട്ടല്ലേ ഉള്ളൂ. നീ എന്താ അവളോട് അവളുടെ റിസൾട്ട് ചോദിക്കായിരുന്നത്? അത് പിന്നെ അവളെന്നെ ജൂനിയറാ, +1 പഠിക്കണത്. റോസി മോളെ, ആൻമേരി, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന നീ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോടി. അത് പിന്നെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാണ്ട് അവനെ ഫോൺ ചെയ്ത് കാര്യം പറയാൻ നോക്ക്. ഹലോ ഇച്ചായ, മോളുടെ റിസൾട്ട് അറിഞ്ഞോ? ലീവ് എടുത്ത് വരുവാണോ? നമ്മളെ കാട്ടി മുമ്പ് ഇച്ചായ മോളുടെ റിസൾട്ട് അറിഞ്ഞത്. ലീവ് എടുത്ത് വന്നോണ്ടിരിക്കുവാന്ന്. വരുമല്ലോ, വരണമല്ലോ, വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. നമുക്ക് വൈകിട്ട് പള്ളി പോണം. എന്തെല്ലാം നേർച്ചകളാ നടത്താനുള്ളതെന്ന് അറിയാവോ? പെങ്കൊച്ചു പഠിച്ച് ജയിച്ചതിന്റെ എല്ലാ നാടി പള്ളി കൊണ്ട് പൈസ ഇടുന്നേ എല്ലാം അന്തോണിസുണ്ടാന്റെ അനുഗ്രഹം. ഓ പിന്നെ അന്തോണിസ് കുട്ടികളെ 12ാം ക്ലാസ് പാസ്സാക്കിയിരിക്കുമല്ലേ. എന്റെ അപ്പച്ച, ഏതൊരു കുട്ടിയുടെയും ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് ഈ +2 റിസൾട്ട്. അത് വെച്ചിട്ടാണ് ആ കുട്ടി തന്റെ കരിയറിലെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നത്. അല്ലേ മോളെ? അത് വരുന്നുണ്ടല്ലോ, വരണമല്ലോ, വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. നിന്റെ തന്ത ഈ എന്റെ മോൻ മാത്യൂസ്. സന്തോഷായില്ലേ? എനിക്ക് ഒട്ടും ആശങ്കയില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു എന്റെ മോൾക്ക് full A+ തന്നെ കിട്ടുമെന്ന്. എന്നാ പറ, മോൾക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടും? ഓ, ഒട്ടും മോശമാവില്ല. എന്റെ ഒരു ഗസ് 95% above. അല്ല മോളെ, ടെൻഷൻ അടുപ്പിക്കാതെ. റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ ലഡു ഒക്കെ വാങ്ങി വെച്ചിരുന്നു. അപ്പൊ എനിക്കില്ലേ
ഓഫീസിലെ സ്റ്റാഫിന് കൊടുക്കാൻ അപ്പച്ച. അവർ പറയാ സാറിന്റെ ആത്മവിശ്വാസം ഭയങ്കരം തന്നെ എന്ന്. അപ്പൊ ഞാൻ തന്നെ അഹങ്കാരത്തിൽ കൂടി തന്നെ പറഞ്ഞു, എന്റെ ആത്മവിശ്വാസത്തിന്റെ പേരാ എന്റെ പൊന്നുമോൾ ആൻ മേരിന്ന്. എന്റെ അഹങ്കാരത്തിന്റെ പേരാ എന്റെ പപ്പ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? മോൾ അങ്ങോട്ട് ഇരുന്നേ. ആ ഞാൻ കണ്ണൊന്ന് അടച്ചു പിടിച്ച തുറക്കരുതേ. ഇനി കണ്ണു തുറന്നു നോക്കിയേ. Wow! പപ്പ പപ്പ നോക്കിക്കേ. സന്തോഷായോ? എത്ര പവനാ ഇച്ചായ? 5 പവൻ. 5 പവനോ? ഓ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇരിക്കട്ടെ, നമുക്കത് ഉപകരിക്കും. ആ, ഇച്ചായന്റെ സെലക്ഷൻ സൂപ്പർ. അത് പിന്നെ പപ്പയുടെ സെലക്ഷൻ ഒരു കാട്ടി മാത്രമേ മോശമായിട്ടുള്ളൂ. അതെന്താ മോളെ? പപ്പ കാണാൻ സൗന്ദര്യമുള്ള ഏതിനൊന്ന് കെട്ടിയായിരുന്നെങ്കിൽ. നിങ്ങളാ ഇവിടെ ഇങ്ങനെ വഷളാക്കണത്. അതെ, ഇവളെന്റെ മോൾ മാത്രമല്ല, എന്റെ ഫസ്റ്റ് ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും കൂടാ. അല്ല മോളെ? അതെ പപ്പ. മോളുടെ താളത്തിലൊക്കെ തുള്ളിക്കോ. അവസാനം ആ, ഇതൊന്നും അല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. മോൾ എൻട്രൻസ് ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റിൽ എത്ര വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് അത്യാവശ്യം മികച്ച റാങ്കിങ്ങിൽ വന്നിട്ടില്ലെങ്കിൽ അവൾ അടുത്ത വർഷം കൂടെ എഴുതട്ടെ. കാശ് കൊടുത്ത് സീറ്റ് വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് മോൾക്ക് മെറിറ്റിൽ മെഡിസിൻ അഡ്മിഷൻ കിട്ടി എന്ന് പറയുന്നതിനല്ലേ ഒരു ക്രെഡിറ്റ്. ഓ ആയിക്കോട്ടെ, ആദ്യം മോളുടെ റിസൾട്ട് വരട്ടെ. നമ്മുടെ മോളെ പറ്റി നമുക്കൊരു ആത്മവിശ്വാസം ഒക്കെ ഇല്ലേ? പപ്പ എനിക്ക് ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്താ മോളെ? ലിറ്ററേച്ചർ എടുത്ത് സെയിന്റ് മേരീസ് കോളേജിൽ പോകാനാണ് എന്റെ തീരുമാനം. ഇവളെന്ത് പ്രാധായി പറയണത്? 8ാം ക്ലാസ് മുതൽ ഡോക്ടറാകണം എന്ന് പറഞ്ഞ് പഠിച്ചു വന്നവൾ, സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവൾ, ആ സന്തോഷത്തോടെ പോയി എൻട്രൻസ് എക്സാം എഴുതിയ പെണ്ണ. എന്നിട്ടിപ്പോ എനിക്ക് അതിനിപ്പോ താല്പര്യമില്ല. ആ, ഇതൊന്നും തീരുമാനിക്കേണ്ട നീയല്ല. നിന്നെ എന്ത് പഠിപ്പിക്കണം, എവിടെ വിടണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. നീ അതൊക്കെ അനുസരിച്ചാ മതി. അത് അമ്മ പോയി പഠിക്കത്തേ ഉള്ളൂ. അഹങ്കാരം പറയുന്നോടി പിക്കാരി. പപ്പ നോക്ക്, എല്ലാത്തിനും ഒരു സമാധാനമില്ലേ? തന്നെ. നല്ലൊരു ദിവസമായിട്ട് നീ എന്തിനാ മോളെ തല്ലിയത്? പിന്നെ ഞാൻ എന്ത് വേണം? എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വരട്ടെ, നമുക്ക് ആലോചിക്കാം. റിസൾട്ട് വന്ന് ഞാനൊരു മെച്ചപ്പെട്ട സ്ഥാനത്തുമെത്തി എന്നാലോ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇവളെന്താ ഇങ്ങനെ? സുസൻ, ഇതിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മോള് ഒരു മുതിർന്ന കുട്ടിയായിരിക്കുന്നു. അവൾക്ക് അവളുടേതായ അഭിപ്രായങ്ങളുണ്ട്. നീ അവളുടെ ശബ്ദം ശ്രദ്ധിച്ചോ? അതിൽ ഉറച്ച തീരുമാനം ഇല്ല, അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇച്ചായം പറയണം, അവൾ അനുസരിക്കും. അനുസരിച്ചില്ലെങ്കിൽ മകളെ തല്ലി നിർബന്ധിച്ച ഒരു ഡോക്ടറാക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല ഇച്ചായ. അങ്ങനെ അവർക്ക് ഇഷ്ടത്തിന് തന്നെ വിടാനൊക്കെ പെറ്റുപോറ്റ് വളർത്തിയ നമുക്കുമില്ല ചില തീരുമാനങ്ങൾ, ആഗ്രഹങ്ങൾ. അനുസരിക്കണം, ഇല്ലെങ്കിൽ അനുസരിപ്പിക്കണം. പുറത്ത് ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നീ മോളുടെ ഒരു ഫോട്ടോ കൂടി എടുത്തോ, നമുക്ക് പത്രത്തിൽ കൊടുക്കാലോ. നമസ്കാരം, ആരാ മനസ്സിലായില്ല? ഞാൻ സ്റ്റീഫൻ, ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ. വരണം സാർ, വരണം, കയറിയിരിക്കണം. Thank you. ഞാൻ അറിയാം, കുന്നേൽ കറിയാച്ചന്റെ മകൻ മാത്യൂസ്, ലേബർ ഓഫീസർ. ആട്ടെ, മകൾക്ക് +2 A+ ആണെന്ന് പറഞ്ഞു. അതെ അതെ, അതിന്റെ ഒരു സന്തോഷത്തിലാ ഞങ്ങൾ. എടി, സാറിന് കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട വേണ്ട, എനിക്കിപ്പോ ഒന്നും വേണ്ട. ആന്റണിയുടെ അമ്മ ഒന്നും നിന്ന്. മോളെ അറിയോ? അറിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ അറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ഗൗരവമായി കേൾക്കണം, ഒപ്പം ശാന്തമായി. സാറിന്റെ ആമുഖം പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക. ചില കാര്യങ്ങൾക്ക് ആമുഖം വേണം ചങ്ങാതി. നിങ്ങളുടെ മകളും എൻ്റെ മകനും കുട്ടികൾ പ്രണയം എന്നൊക്കെ വിശേഷിപ്പിക്കും, പക്ഷെ നമ്മൾ മുതിർന്നവർ അപകടമെന്ന് വിശേഷിപ്പിക്കുന്ന ചില ബന്ധമുണ്ട്. അവൻ ഡിഗ്രി ഫൈനൽ ഇയർ സെന്റ് മേരീസ് കോളേജിലാണ് പഠിക്കുന്നത്. അമ്മയില്ല, ഒറ്റ മകനാ, പേര് റോയ്. നിങ്ങളെന്താ വിവാഹാലോചനയുമായിട്ട് വന്നതാണോ? അവന് 22 വയസ്സേ ആയിട്ടുള്ളൂ. മകളെ എങ്ങനെ ഇതിന് പിന്തിരിപ്പിക്കാമെന്ന് ആലോചിക്കണം. ചോദ്യം ഭീതിയും നന്നല്ല, പ്രശ്നം വഷളാകും. മകളെ ഇതിന് പിന്തിരിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നം വളരെ മോശമാകുന്ന പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാർ, നിങ്ങളത് ചെയ്തു കൊള്ളാം. നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വാസമാവുന്നില്ല. അവൻ
ഞാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇല്ല. ഞാനിത് വിശ്വസിക്കില്ല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. ഇതിലെന്തോ ചതിയുണ്ട് ചായ. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് നമ്മളെ ചതിക്കേണ്ട കാര്യം എന്താ അയാൾക്ക്? ഇച്ചായന് തോന്നുന്നുണ്ടോ നമ്മുടെ മോള് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് കഴിയില്ല. ദൈവമേ, ചങ്കിനകത്ത് ഒരു നെരിപ്പോട് കിടന്ന് നീറുക. കേട്ടതൊക്കെ സത്യമാണോ എന്ന് ആരോട് ചോദിക്കും? ആരോട് ചോദിക്കാനാ? അവളോട് തന്നെ ചോദിക്കാം. നിക്കേ, നീ മോളോട് എന്ത് ചോദിക്കാൻ പോവാ? ഇങ്ങനെ ഒരു പയ്യനുമായി അവൾക്ക് ബന്ധമുണ്ടോന്നോ? ഇങ്ങനെയുള്ള നിമിഷങ്ങൾ face ചെയ്ത് എനിക്ക് മുൻ പരിചയമൊന്നുമില്ല ചായ. അഥവാ അയാൾ പറഞ്ഞു സത്യമാണെങ്കിലോ? അല്ല, അങ്ങനെ അവൻ ഞാനും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞിനെ നമുക്കറിയില്ലേ? കൊച്ചു കുട്ടിയല്ലേ അവള്. ഒരു പക്ഷേ ഒരു പക്ഷേയുമില്ല. പ്ലീസ്, സത്യമാണെങ്കിൽ നമ്മൾ അറിയുന്നിടത്ത് അവളുടെ വലിയൊരു പ്രശ്നം അവസാനിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ വിവേകപൂർവ്വം ഇടപെടണം. അറിഞ്ഞതിൽ വല്ല സത്യവുമുണ്ടോ എന്ന് അന്വേഷിച്ചറിയാൻ വേണം. എന്തുവാടാ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? പെങ്കൊച്ചിനെ റോക്കറ്റെ കെട്ടി ചന്ദ്രനിലേക്കോ അതോ ചൊവ്വയിലേക്കോ വിടോ ആലോചിക്കുകയാണോ? അല്ലെങ്കിലും ഈ കൊച്ചു കേരളത്തിൽ ഇപ്പൊ യുവാക്കൾ തീരെയില്ല. എല്ലാവരും സ്വന്തം നിലനിൽപ്പിനും താല്പര്യങ്ങൾക്കും വേണ്ടി വിദേശങ്ങളിലേക്ക് ചേക്കേറുമല്ലേ. ഇപ്പൊ ഇവിടെ കുറെ വയസ്സന്മാരും മാത്രം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ അതൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും അവസാനം എല്ലാ പുണ്യ തമ്പുരാൻ തന്നെ തീരുമാനിക്കണം. കുറച്ചു മുമ്പ് ദൈവത്തെ കുറ്റം പറഞ്ഞ ആളാ. എടി, ദൈവത്തിന്റെ കാര്യം എങ്ങനാ? ചിലപ്പോ തോന്നും ദൈവം ഉണ്ടെന്ന്, ചിലപ്പോ തോന്നും ദൈവം ഇല്ലെന്ന്. എടാ, മക്കൾ എന്താവണം, അവരെ എന്താക്കണമെന്ന് നമ്മൾ ആലോചിച്ചുറച്ചിട്ട് യാതൊരു കാര്യമില്ല. ഒക്കെ അതിന്റെ വഴിക്ക് വിടണം. അതാ മക്കളെ ജീവിതം. അതാ ജീവിതം. എന്നിട്ട് വേണം നാട്ടുകാരും ബന്ധക്കാരും ഒക്കെ അറിയാം. അപ്പച്ചൻ ഇപ്പൊ ഇത് അറിയണ്ട. ഞാൻ എന്തുവാണ് അറിയാൻ പാടില്ലാത്തത്? അറിയരുത്. അറിഞ്ഞാൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടായെങ്കിലോ അല്ലേ? എടാ, ഒരു പ്രശ്നത്തിന്റെ പേരല്ല അപ്പച്ചൻ, ഒരു പ്രശ്ന പരിഹാരത്തിന്റെ പേരാ അപ്പച്ചൻ. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു രഹസ്യവുമില്ല. എല്ലാം നമ്മുടെ വെറും തോന്നല് മാത്രമാണ്. അങ്ങനെ നമുക്ക് ആശ്വസിക്കാമല്ലേ ചായ? അതെ, അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. ഹലോ, അമലയുടെ വീടല്ലേ? ഞാൻ ആൻമേരിയുടെ അമ്മയാണ്. അമലയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ? മോളെ, ആൻമേരിയെ സ്കൂളിൽ കണ്ടായിരുന്നോ? ഇല്ല മോളെ, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. പിന്നെ അറിയില്ല. ക്രിസ്റ്റി മോളോ? ശരി മോളെ, വിളിച്ചു നോക്കണം. എന്താ മോളെ പറഞ്ഞത്? അവരെല്ലാം ഒരുമിച്ച് സ്കൂളിലായിരുന്നു അപ്പച്ചാ. പിന്നെ നമ്മുടെ കൊച്ചു അവിടെ പോയി അവർക്കാർക്കും അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല അപ്പച്ചാ. നീ ആ പ്രിൻസിപ്പാളിനെ ഒന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ കുട്ടി സ്കൂളിൽ ഉണ്ടെങ്കിലോ? വിളിച്ച കൂട്ടുകാരെല്ലാം പറഞ്ഞത് അവൾ അവിടെ ഇല്ലെന്നാണ് അപ്പച്ചാ പറഞ്ഞത്. നീ മാത്യൂസിനോട് പറഞ്ഞോ? ഇച്ചായൻ അന്വേഷിച്ചു പോയിട്ടുണ്ട്. എങ്കിൽ ഞാനൊന്ന് അന്വേഷിച്ചു പോയാലോ? എവിടേക്കെന്ന് വെച്ചാ അപ്പച്ചാ പോണത്? ഞാൻ ജനിച്ചു വളർന്ന മണ്ണടിയത്. ഞാൻ അവരുടെ കൂട്ടുകാരുടെ വീടുകളിലൊക്കെ ഒന്ന് അന്വേഷിക്കാം. അവള് പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. അവൾ അവിടെ അവരുടെ കൂടെ ഒന്നും ഇല്ല അപ്പച്ചാ. എങ്കിൽ നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? പിന്നെ ഇനി നമ്മൾ ഇനി എന്താ ചെയ്യാ? എനിക്കറിയില്ല. ഈ കൊച്ചു എവിടെ പോയി കിടക്കുക? മോള് അവന്റെ കൂടെ ഉണ്ടാവും. നീ അവളെ തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട. പണ്ടത്തെ കാലമല്ല, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു കയറി തോന്നുന്ന കാലമാണ്. സൂക്ഷിക്കണം. നമ്മുടെ മോള് എന്തിയടാ അവളെന്തി? ഞാൻ മോളെ അന്വേഷിച്ച് സ്കൂളിൽ പോയി. അവിടെ ബേക്കറി നടത്തുന്ന ആ ആൻഡോ ഇല്ലേ, ഞാൻ സ്കൂളിന് മുമ്പിൽ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അവൻ എന്നോട് വന്ന് പറയുക, നമ്മുടെ മുകളിൽ ഒരു പയ്യന്റെ ഒപ്പം ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു എന്ന്. ഏത് പയ്യൻ? അത് അവൻ അറിയില്ല. ഏതവൻ?
ആരാ എന്താന്നൊക്കെ അറിയാതെ നമ്മൾ എന്താ ചെയ്യാ? ഇച്ചായ ഇത് സംശയിക്കണ്ട, ഇത് അവൻ തന്നെയാ, എനിക്ക് ഉറപ്പാ ചായ. നിങ്ങൾ ഇത് ആരുടെ കാര്യം പറയണേ ഒന്ന് പറയേ. ഇച്ചായ അവൻ തന്നെയാ, വാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. മോനെ മാത്യൂസേ, നമ്മുടെ മോൾക്ക് ഒരു പയ്യനുമായി ബന്ധമുണ്ടെന്ന് ഒരു അറിവ് കിട്ടിയിരുന്നു. മോനെ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ചെല്ല്, വേഗം ചെല്ല്. പെൺകുട്ടിയാ, പാഴാക്കുന്ന ഓരോ സമയവും അപകടമാ. എളുപ്പം ചെല്ല്. ആഹാ, വരണം വരണം. ധാരാതെ മുന്നറിയിപ്പുമില്ലാതെ കുടിക്കാൻ എന്തെങ്കിലും? നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല മിസ്റ്റർ ഞാൻ. എന്റെ മകളെ കാണാനില്ല. അവളെവിടെ പോയി? രാവിലെ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവൾ ഒരു പയ്യന്റെ ഒപ്പം ബൈക്കിൽ കയറി പോകുന്നു കണ്ടു എന്നാണ്. നിങ്ങൾ അന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ അത് നിങ്ങളുടെ മകനാ റോയ്. മേ ബി ആയിരിക്കാം, പക്ഷെ ഇപ്പോൾ അവനിവിടെ ഇല്ല. എങ്കിൽ നിങ്ങൾ അവനെ വിളിക്കൂ, അല്ലെങ്കിൽ അവന്റെ ഫോൺ നമ്പർ എനിക്ക് തരൂ, ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ വിളിക്കാം. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയത്തിനു ശേഷം വീണ്ടും വിളിക്കുക. പ്ലീസ് ചെക്ക് ദ നമ്പർ യു ഹാവ് ഡയൽഡ്. കുട്ടികൾ ഡോക്കത്താ ദൂരത്തുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. വിളിക്കുമ്പോഴാണ് അറിയുന്നത് അവർ പരിധിക്ക് പുറത്താണെന്ന്. ആ ആൻമേരിയല്ലേ, അവന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് മനുഷ്യ സംസാരിക്കുന്നത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ മോള് നിങ്ങളുടെ മകന്റെ ഒപ്പം, അവൻ അവളെ എവിടെ കൊണ്ടുപോയി കാണുമെന്നോ. അതെനിക്ക് അറിയത്തില്ല. ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ മകനെ വളർത്തി വെച്ചിരിക്കുന്നത്? എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ മകളെ വളർത്തുന്നത്? ഏതൊരു പയ്യൻ ബൈക്കുമായിട്ട് വരാം, ബൈക്കിന് പുറകെ കയറി പോവുക. വായിച്ചായ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. വേണ്ട, ഇപ്പോൾ നമ്മ രണ്ടു കൂട്ടർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഈ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? മക്കളെ വളർത്താൻ പാഠപുസ്തകമൊന്നും വേണ്ട മാഡം. വർഷാവർഷം മാറി വരുന്ന സിലബസും ഇല്ല. നിങ്ങളുടെ മകൻ ഒരു ചീത്ത കുട്ടിയാണെന്ന് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അത് എന്റെ ഗതികേട്. അവന് 14 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ പിണങ്ങിപ്പോയി. സംശയം കൂടെ ജോലി ചെയ്യുന്ന ഒരു സബ് എഞ്ചിനീയറുമായിട്ട് ബന്ധമുണ്ടത്രേ. ആൺകുട്ടികളല്ലേ, അവരുടെ വളർച്ചാ കാലങ്ങളിൽ സംശയം തോന്നും അച്ഛനുമായിട്ട്. ഞാൻ എന്ത് ചെയ്യും? സ്നേഹവും പണവും എല്ലാം വാരി കോരി കൊടുത്തു നോക്കി. എന്നെക്കാൾ തലയെടുപ്പുള്ളൊരു മകനെ ഗുസ്തി ചെയ്ത് തോൽപ്പിക്കാനാകുമോ? ആ അവനാ റോയ്. എടോ മാത്യൂസേ, വേദിക്കാൻ പ്രയാസമുള്ള കെണി ഏതാണെന്നറിയോ? ബന്ധങ്ങളുടെ കെണിയാണ്. ആ ആൻമേരിയുടെ പപ്പ അമ്മി എപ്പോ എത്തി? ആരാടാ ഇവൾ? പപ്പ, ഇത് ആൻമേരി. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. പപ്പയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാ. നിന്റെ ഒരു ഇഷ്ടം, നിനക്കിതൊരു കുട്ടികളിയായിരിക്കും. പക്ഷേ തന്റെ മകളെ കാണാതെ ആദി പിടിച്ചു വന്നിരിക്കുകയാണ് ഈ മാതാപിതാക്കൾ. മോനെ മാത്യൂസേ, നീ അതൊന്നും ഓർത്ത് മനസ്സുണ്ടാക്കണ്ട. അതൊരു സൗഹൃദം, അത്ര മാത്രമേ ഉള്ളൂ. ഇനി മോള് നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. നീ മോളോട് എന്തെങ്കിലും ചോദിച്ചോ? ഏയ്, അപ്പച്ചൻ പറയുന്നത് ഇത് വെറും ഒരു സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നാ. അങ്ങനെ അവൾ അപ്പച്ചനോട് പറഞ്ഞോ? അങ്ങനെ അപ്പച്ചൻ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ
കോളേജിൽ പഠിക്കുന്ന അവനും +2 സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ മോളും തമ്മിൽ എങ്ങനെ സൗഹൃദം ഉണ്ടായി? അത് എന്നോടല്ലേ ചോദിക്കേണ്ടത്? അതറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവിന്റെ പേരാ അമ്മ. ഇവറ്റകളുടെയൊക്കെ മനസ്സറിയാനുള്ള യന്ത്രം വല്ലത് വാങ്ങി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എന്തിന്റെ കുറവാ? പൊന്നുപോലെയല്ലേ ഞങ്ങൾ അവളെ വളർത്തിയത്. ഒരു കൂട്ടുകാരിയെ പോലെയല്ലേ ഞാൻ അവളെ കൊണ്ടു നടന്നത്. ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും തകർന്നു പോയി. അപ്പച്ച തോറ്റുപോയി എന്നിലെ അമ്മ. റോയിച്ചിനെ പരിചയപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞു. എനിക്ക് അവരെ വലിയ ഇഷ്ടമാണ്. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവന്റെ ഒപ്പം തന്നെ ആയിരിക്കും. കേട്ടില്ലേ നമ്മുടെ മോള് പറയണത്? കേട്ടു. നമ്മുടെ മോൾ വളർന്നു എന്ന് എന്താടി നീ മനസ്സിലാക്കാത്തത്? മോളെ, മക്കൾ വളർന്നു എന്ന് അംഗീകരിക്കാൻ മടിക്കുന്നത് സ്വാർത്ഥത കൊണ്ടൊന്നുമല്ല, അവരോടുള്ള ഇഷ്ടം കൊണ്ടാ മോളെ. പപ്പയ്ക്ക് എന്നോട് വെറുപ്പുണ്ടോ? നിന്നെ വെറുത്താൽ പിന്നെ എനിക്ക് ജീവിതമുണ്ടോടി? ഇവിടെ പതിവില്ലാതെ പ്രത്യേകിച്ച് വന്നതാണ്. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് സൂചന കിട്ടി. ഇതാണ് സെർച്ച് വാറന്റ്. ആ സ്റ്റീഫന്റെ മകൻ റോയ് ഇവിടെ കാണും വന്നിരുന്നു? ഇല്ല. എന്താ? പോയിട്ട് കാണാൻ ഞാൻ കണ്ടുവരാം സാർ. അവനെ അന്വേഷിച്ച് ഞങ്ങൾ വന്ന് അവന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. അറസ്റ്റ് വാറന്റ് ആണ്. അറസ്റ്റ് വാറന്റോ? അതെ. മോളെ, റോയ് ഇന്നലെ രാത്രി മുതൽ ഫോൺ സ്വിച്ച് ഓഫാ. എന്ത് പറ്റി സാർ? എന്തെങ്കിലും അപകടം? ക്രിമിനൽ കേസാണത്. ക്രിമിനൽ കേസോ? അതെ. അവന് 3-4 കൂട്ടുകാരും കൂടി ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വരുന്നത്. ക്രിമിനൽ ആണവൻ, ക്രിമിനൽ. ഡേവിഡ് ഇവിടെ ഇല്ല സാർ. അവൻ ഇവിടെ എങ്ങാനും വന്നാൽ അപ്പോൾ ഞങ്ങളെ വിവരം അറിയിക്കണം. നിനക്ക് എന്തറിയാമായിരുന്നു? ഒരു സുഹൃത്താക്കാൻ പോലും യോഗ്യതയില്ലാത്തവൻ. അവൻ മദ്യപിക്കുമായിരുന്നു, മയക്കുമരുന്നിന് അടിമയായിരുന്നു. പോരാത്തതിനുതാ സ്ത്രീ പീഡനം വേറെ. അമ്മ നിർത്തുണ്ടോ? എന്ത് നിർത്തണമെന്നാടി? അവനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണോ? ഈ വിചാരണ അവസാനിപ്പിക്കണം. അതെടി, മാതാപിതാക്കളെ തീക്കൂട്ടത്തിൽ നിർത്തിയിട്ട് ഇപ്പോൾ ഞങ്ങൾ നിന്നെ വിചാരണ ചെയ്യുന്നത്. എടി, നിന്റെ പപ്പയും ഞാനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയാവടി നിനക്ക്? ഇത് കേട്ടതൊന്നും ഞാനവിടെ സമാധാനത്തിൽ ഇരിക്കണേന്നാ. ഈ സമാധാനക്കേട് അവസാനിപ്പിക്കണം മോളെ. നമുക്കൊരാളോട് ഇഷ്ടം തോന്നാൻ അയാൾക്കൊരു മിനിമം ക്വാളിറ്റി എങ്കിലും വേണ്ടേ? ഈശ്വരനായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. പണവും പത്രാസുമുള്ള സംസ്കാരമില്ലാത്ത യുവതലമുറയുടെ സകല വൃത്തികേടുകൾ അവനും ഉണ്ട് മോളെ. അവസാനിപ്പിച്ചേക്കണം, ഇന്നത്തോടെയല്ല. ഞാൻ എന്ത് ചെയ്യണോ? ഞാൻ ആത്മഹത്യ ചെയ്യണോ? അത് അവരെ പോയി കൊല്ലണോ? എന്നെ ചതിച്ചതാണെന്ന് ബോധ്യമുണ്ടല്ലോ എന്റെ മോൾക്ക്. മോളെ, നിന്നോടൊരു അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൻ വേറെ പെണ്ണിന്റെ അടുക്കൽ പോകുമോ? ഇനി അങ്ങനെ ഒരാൾ എന്റെ മോളുടെ ജീവിതത്തിൽ ഇല്ല. അവനോടുള്ള വാശിയായിരിക്കണം ഇനി എന്റെ മോളെ തുടർന്നുള്ള ജീവിതം. എനിക്ക് ആൻമേരി ഒന്ന് കാണണം. സാധ്യമല്ല, കടക്ക് പുറത്ത്. ഞാൻ കണ്ടിട്ടേ പോകൂ. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? അവൾക്ക് നിന്നെ കാണാൻ താല്പര്യമില്ല. എനിക്ക് കാണണം. എനിക്ക് അവളോട് സംസാരിക്കണം. നിനക്കെന്താണ് അവളോട് സംസാരിക്കാനുള്ളത്? എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം. എനിക്ക് എന്നോട് തനിച്ച് സംസാരിക്കണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി. എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. എനിക്ക് ജാമ്യം കിട്ടി. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ നിനക്ക് വാക്ക് തരാം. താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഒത്തിരി കേട്ടു നിന്റെ ചരിത്രം. ഞാൻ നല്ല പോലെ ആലോചിച്ചു, എന്നിട്ടൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. എനിക്ക് നിന്നെ കാണണ്ട, കേൾക്കണ്ട. നിന്റെ ഓർമ്മ പോലും ഇനി എന്നിലാണ്. എന്നെ ഞാൻ മായ്ച്ചു കളഞ്ഞു. എനിക്ക് മായ്ക്കാൻ പറ്റില്ല.
ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചു പോയി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. നിന്നെ മറക്കാൻ കഴിയില്ല. നിന്നെ ഞാൻ എന്നേക്കാ മറന്നു. നീ പിന്നെ ആരുടെ കൂടെ ജീവിക്കും? ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ സ്വന്തമാക്കിയ ചരിത്രമേ എനിക്കുള്ളൂ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആ വസ്തു ഞാൻ നശിപ്പിക്കും. ആലോചിക്ക്, നിനക്ക് ജീവിക്കണോ അതോ വേണ്ടതെന്ന്. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ. ഇതാണോടി മോളെ യാത്രയാക്കുന്നത്? അതെ അപ്പച്ച, കോളേജിന്റെ അടുത്ത് നമ്മുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്റ്റലുണ്ട്. അവിടെ അവൾ സുരക്ഷിതയായിരിക്കും. പിന്നെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനും പറ്റും. എന്നിട്ട് അവളെന്തേ കണ്ടില്ലല്ലോ? അവൾ ഏതോ സ്കൂളിൽ ID കാർഡ് കൊടുക്കണമെന്നോ ലൈബ്രറി ബുക്ക് കൊടുക്കണമെന്നോ പറഞ്ഞ് പോയിരിക്കുക. ഇപ്പൊ വരും. ഇതുകൂടെ പാക്ക് ചെയ്തോ. ഒരു പുതിയ ഫോണാ. എന്തായാലും പുതിയ കോളേജിലേക്കൊക്കെ പോവല്ലേ. ഒന്നിനും ഒരു കുറവും വരുത്താതെ വളർത്തിയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഒരു വക സൂക്ഷിക്കില്ല. അതെ, ഉച്ചയോട് കഴിഞ്ഞിറങ്ങണം. സന്ധ്യയ്ക്ക് മുമ്പേ അങ്ങ് എത്താനുള്ളതാ. ഹലോ, അതെ, ഞാൻ മാത്യൂസ്. ഞാൻ മേരിയുടെ പപ്പയാണ്. നിങ്ങളാരാ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? എന്ത് പറ്റിയെന്ന്? എന്താ ചെയ്യാ? എന്താ സത്യമാണോ? എന്താ എന്താടാ എന്താ പറ്റിയത്? വാ, നമുക്കൊരിടം വരെ ഉടനെ പോകണം. എന്താ പറ്റിയത് അത് പറ. നമ്മുടെ മോള്, എനിക്കത് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഒന്ന് പറയടാ. നമ്മുടെ മോളുടെ ആരോ മാർക്കറ്റിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. എന്താ മോനെ ഡോക്ടർ പറഞ്ഞത്? മോളുടെ നില മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞു. സമാധാനമായി. എന്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ. നീ സൂസി മോളുടെ ഇരിപ്പ് കണ്ടോ? കഴിഞ്ഞ 3 മാസമായി അവൾ ഈ വീടിന് വെളിയിൽ ഇറങ്ങിയിട്ട്. ഇനി അവളെ കൂടെ ചികിത്സിക്കാൻ ഇടയാക്കരുത്. സൂസി, ഞാൻ ഡോക്ടറെ കണ്ടു. നമ്മുടെ മോള് സംസാരിച്ചെന്ന്, ആഹാരമൊക്കെ കഴിച്ചെന്ന്. അവളുടെ അപകടനില പൂർണ്ണമായും തരണം ചെയ്തെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 3 മാസമായില്ലേ നമ്മൾ നമ്മുടെ മോളെ കണ്ടിട്ട്. ഇന്നെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക് അവളെ? ഞാൻ ഓൾറെഡി ഡിസ്ചാർജ് വാങ്ങിച്ചിട്ടാ വരുന്നേ. ഹോസ്പിറ്റലുകാർ തന്നെ ആംബുലൻസിന് അവളെ കൂടെ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോള് ആകെ വീർത്തമായി കാണുമല്ലോ. പൊള്ളി അടർന്ന് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതം എല്ലാം തെരുവിലിട്ട് കത്തിച്ച് കളഞ്ഞല്ലേ അവൻ. എല്ലാം സംഭവിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ മോളെ ആരെയും കാണിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ആ കാഴ്ച സ്വന്തം മാതാപിതാക്കൾക്ക് പോലും സഹിക്കാൻ പറ്റില്ല. മുറിവുകളുടങ്ങട്ടെ. നമുക്ക് നമ്മുടെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവൾക്ക് ആത്മധൈര്യത്തിനായി കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം. അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. അവൾക്ക് എല്ലാം നമ്മളാണ്, പ്രത്യേകിച്ചും അമ്മയായ നീ. തോന്നുന്നു. വാ, നമുക്ക് പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാം. എന്റെ മോള് 3 മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷം തിരിച്ചു വരിക. പൊള്ളി കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് പറഞ്ഞു കേട്ടത്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന പെൺകുട്ടികളോട് ഇങ്ങനെ ചെയ്യാൻ ഈ ആൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ മനസ്സ് വരിക.
തിന്മ വിധിച്ച തിന്മയെ കൊയ്യൂ. അനുഭവിക്കില്ല. ബാഗ് ഒന്ന് അകത്ത് വെച്ചിട്ട് നമ്മുടെ മോൾ മുഖം നോക്കുന്ന കണ്ണാടിയില്ലേ, അതൊന്ന് എടുത്തുകൊണ്ട് വരാമോ? വീട്ടിൽ ചെല്ലുമ്പോൾ അവളെ അവൾക്ക് ബോധ്യമാക്കി കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് സ്വയം ബോധ്യമാവുന്നതാണത്രേ. ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തതാ പറ്റും. പക്ഷെ എന്റെ പൊന്നു മോൾ ആ യാഥാർത്ഥ്യത്തെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എന്നെ തെരുവിൽ നിന്ന് ആള് കത്തിയപ്പോൾ ജീവിതത്തിലേക്ക് ഒരു മണിക്കാത്ര ഉണ്ടാകുന്ന കരുതിയിരുന്നില്ല പപ്പ. ജീവിതം അങ്ങനാ മോളെ. നമ്മൾ വിചാരിക്കാത്ത പലയിടത്തുമായി നമ്മെ പിടിച്ചു നിർത്തും. ഇത് നിന്റെ രണ്ടാം ജന്മമാ, തികച്ചും റീബർത്ത്. ഇവിടെ നീ പുതിയൊരാളാ മോളെ. ഇതുവരെ നിന്നെ കാണിച്ചില്ല മനഃപൂർവ്വം. ഇനി നീ നിന്നെ കാണണം, റിയലൈസ് ചെയ്യണം. എന്റെ പൊന്നുമോൾ കണ്ണാടിയിൽ മോളെ തന്നെ കാണാൻ പോവുകയാണ് മോളെ. റെഡിയല്ലേ മോളെ? റെഡിയാണ് പപ്പ. ഇവൾ ഇപ്പോഴും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ്. മക്കൾ എന്തായാലും എങ്ങനെ ആയാലും മാതാപിതാക്കൾക്ക് ഒരിക്കലും മഞ്ഞരല്ല. നിന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് നന്മ വരുത്തണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കും. സ്നേഹം തിരിച്ചറിയാത്ത മക്കളുടെ ശ്രദ്ധയ്ക്ക് നീ ഒരു പ്രതീകമാണ്. തെറ്റായ സ്നേഹബന്ധങ്ങളിൽ പെട്ടുപോകുന്ന മക്കൾക്ക് നീ ഒരു പാഠം. എന്തു വന്നാലും കൂടെ ആരുണ്ട്? ഞങ്ങൾ മാതാപിതാക്കൾ. ഉയർച്ചയിൽ കണ്ട് ആനന്ദിക്കാനും വീഴ്ചയിൽ താങ്ങായി ഒപ്പം നിൽക്കാനും ഞങ്ങളുണ്ട് മാതാപിതാക്കൾ. മോളെ, പടുക്കലുണങ്ങും ശിശിരത്തിൽ ഇലകൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വീണ്ടും തളിർക്കുന്നില്ലേ, പൂക്കുന്നില്ലേ? ജീവിതം മകനാ മോളെ. ജീവിതം കാണിച്ചു തരുന്ന വഴികളിലൂടെ മുന്നോട്ട് പോകണം. നിന്റെ തൊലിപ്പുറം മാത്രമേ കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. മനസ്സ് അതാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. തോൽക്കരുത്. ഈ കാലഘട്ടത്തിന്റെ മുഴുവൻ മക്കളുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നേർവഴി കാട്ടുന്ന ദൈവങ്ങളാ